നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സനാതനധർമ്മ വിശ്വാസത്തിലെ ദേവീദേവന്മാരെല്ലാം സർവാഭരണ വിഭൂഷിതരാണ്. ഉത്സവാവസരങ്ങളിൽ പ്രത്യേക ആഭരണങ്ങൾ അണിയുന്നതും അണിഞ്ഞൊരുക്കലും പതിവാണ്. എന്നാൽ ശബരിമല ധർമ്മശാസ്താവിന് ലളിതമായ ആഭരണങ്ങളാണ് മിക്കപ്പോഴും ചാർത്താറ്. ജപമാലയും ദണ്ഡും മാത്രമാണ് കൂടുതൽ നേരവും ശ്രീ ധർമ്മശാസ്താവ് ധരിച്ചിരിക്കുന്നത്. വിശേഷ അവസരങ്ങളിൽ മറ്റ് പല ആഭരണങ്ങളും ധരിക്കാറുണ്ട്. എന്നാൽ തിരുവാഭരണം ഒഴിച്ച് മറ്റാഭരണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം സർവസംഘ പരിത്യാഗിയും ധ്യാനമൂർത്തിയുമാണ് ശബരിമലയിലെ പ്രതിഷ്ഠാസങ്കല്പം. അതിൻ്റേതായ ലാളിത്യം കലിയുഗവരദൻ്റെ ആഭരണത്തിലും പ്രകടമാണ്. മണ്ഡലകാലത്തിൻ്റെ അവസാനമാണ് ആറന്മുളയിൽ നിന്നും ഭക്ത്യാദരപൂർവ്വം തങ്ക അങ്കി കൊണ്ടുവരുന്നത്. തങ്ക അങ്കി ചാർത്തി വൈകുന്നേരത്തെ ദീപാരാധന ധർമ്മശാസ്താവിന് അർപ്പിക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുവാഭരണം എഴുന്നള്ളത്ത്. ഭഗവാന്റെ ദിവ്യാഭരണങ്ങളാണ് തിരുവാഭരണം. തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. അച്ഛൻ മകൻ അണിയാനുള്ള ആഭരണവുമായി പോകുന്നു എന്നതാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പിന്നിലുള്ള വിശ്വാസം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നിങ്ങൾ ദൈവത്തോട് ഭക്തിക്കായി പ്രാർത്ഥിക്കുന്നത് പോലെ ആരിലും തെറ്റു കാണാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. അരഹസി രഹസി സ്വതന്ത്ര ബുദ്ധ്യാ വരിവസിതും സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭുർമേ ജഗദധികോ ഹൃദി രാജശേഖരോസ്തി. അർഹസി രഹസി സ്വതന്ത്ര ബുദ്ധ്യാ വരിവസിതും സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭുർമേ ജഗദധികോ ഹൃദി രാജശേഖരോസ്തി. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ഭക്തിക്ക് തടസ്സമാകുന്ന 4 ദോഷങ്ങളാണ് ആലസ്യവും വിവേകമില്ലായ്മയും കുടിലതയും വക്രതയും. ഈ പറഞ്ഞ ഭാവങ്ങൾ ചന്ദ്രനിലുമുണ്ട്. എന്തെല്ലാമാണ് ആ ദോഷങ്ങളെന്ന് വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ശ്രീ ശങ്കര സ്തോത്ര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ
69-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ വിസ്തരിച്ച് ചിന്തിച്ചു, അല്ലയോ ഭഗവാനെ, ദേവ, എന്നിൽ ജഡത, പശുത, കളങ്കിത, കുടിലചരത്വം എന്നീ ദോഷങ്ങളില്ല. ഇനി ഉണ്ടെന്ന് വയ്ക്കുക. ഉണ്ടെങ്കിൽ അല്ലയോ ചന്ദ്രകലയെ മൗലിയിൽ ധരിച്ചവനെ, അവിടുത്തെ ആഭരണം എന്ന പദവിക്ക് യോഗ്യനാവില്ലേ ഞാൻ എന്തുകൊണ്ട് യോഗ്യനാവില്ല എന്നാണ് ചോദിക്കുന്നത്. താത്പര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് സന്മാർഗത്തിൽ ചരിക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സമായിട്ടാണ് ഈ 4 ദോഷങ്ങൾ നിൽക്കുന്നത്: ജഡതയും പശുതയും കളങ്കിതവും കുടിലചരത്വവും. അതുകൊണ്ട് അതില്ല എന്ന് പറഞ്ഞത്. എന്നാൽ ഇത് ഉള്ളവരാണല്ലോ നിൻ്റെ ആഭരണങ്ങളൊക്കെ. ഗംഗയായാലും ഇനി മൃഗമായാലും ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ചന്ദ്രനായാലും അതിൽ പശുതയുണ്ട്. കളങ്കിത, അതും ചന്ദ്രനിലുണ്ട്. കുടിലചരത്വം സർപ്പങ്ങളിലുണ്ട്. ഇതൊക്കെയല്ലേ അവിടുത്തെ ആഭൂഷണങ്ങൾ എന്ന് ചോദിക്കുകയാണ്. ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം ചന്ദ്രനിലുണ്ട്. ഈ 4 ദോഷങ്ങളും തികഞ്ഞവനാണ് ചന്ദ്രൻ. അതെങ്ങനെ? ജഡത, ചന്ദ്രനിൽ ജഡതയുണ്ട്. ശുക്ലപക്ഷം കഴിഞ്ഞാൽ, അതായത് പൗർണമാസി മുതൽ കൃഷ്ണപക്ഷത്തിൽ ഓരോ ദിവസമായി ചന്ദ്രൻ ചുരുങ്ങി വന്ന് ക്ഷീണിച്ച് ജഡഭാവത്തെ പ്രാപിക്കുന്നു അമാവാസിക്ക്. പിന്നെ വീണ്ടും വളർന്ന് വരുന്നു. അപ്പം അതുകൊണ്ട് അമാവാസിയിൽ തീർത്തും ജഡസമാനമായി തീരുന്നു. കൃഷ്ണപക്ഷത്തിൽ ജഡത ഓരോ ദിവസം കഴിയുന്തോറും ചന്ദ്രനിലേറുകയാണ്. അതുകൊണ്ട് ജഡതയുണ്ട്. പശുതയുണ്ട്. ചന്ദ്രൻ മാനിനെ എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നാണ്. ഏണാങ്കനാണ്. അംഗത്തിൽ മാനിനെ ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പശുതയുണ്ട്. നേരത്തെ പറഞ്ഞത് കാളയിലുള്ള പശുതയാണ്. കളങ്കിത, ചന്ദ്രനിൽ കളങ്കമുണ്ട്. കുടിലചരത്വം, ചന്ദ്രൻ ഓരോ ദിവസം കഴിയുന്തോറും ചുരുങ്ങി അവസാനം കുടിലാകൃതിയാകുന്നുണ്ട്, വക്രാകൃതിയാകുന്നുണ്ട്. അപ്പോൾ ഏത് വിധം നോക്കിയാലും ഈ 4 ദോഷങ്ങളും അവിടുത്തെ പ്രധാന ആഭരണമായ അലങ്കാരമായ ചന്ദ്രനിലുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ ആഭരണമാകാനുള്ള യോഗ്യത വരുമല്ലോ ഈ ദോഷങ്ങളുണ്ടെങ്കിൽ എന്ന് പറയുകയാണ്. ഇങ്ങനെ സരസമായ ഒരു ശ്ലോകമാണ്. തുടർന്ന് നമുക്ക് 70-ാം ശ്ലോകം ശ്രദ്ധിക്കാം. അരഹസി സ്വതന്ത്രബുദ്ധ്യാ വരിവസിതും സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭുർമേ ജഗദധികോ ഹൃദി രാജശേഖരോസ്തി. അരഹസി സ്വതന്ത്രബുദ്ധ്യാ വരിവസിതും സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭുർമേ ജഗദധികോ ഹൃദി രാജശേഖരോസ്തി. മേ ഹൃദി, എൻ്റെ ഹൃദയത്തിൽ, ജഗദധിക, ഈ ജഗത്തിനേക്കാളൊക്കെ ഉയർന്നു നിൽക്കുന്ന, ഈ ജഗത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന രാജശേഖരഃ അസ്തി. രാജശേഖരനുണ്ട്. രാജശേഖരൻ പരമശിവൻ. രാജ ശബ്ദത്തിന് രാജദീപ്തൗ എന്നുള്ള ധാതുവനുസരിച്ച് ദീപ്തി, പ്രകാശം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രകാശപൂർണനായ ചന്ദ്രൻ ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നവൻ, അവനാണ് ചന്ദ്രശേഖരൻ, രാജശേഖരൻ ഒക്കെ തന്നെ. ശശിശേഖരൻ എല്ലാം പര്യായങ്ങളാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ മേ ഹൃദി രാജശേഖരഃ അസ്തി, രാജശേഖരൻ ഇരിക്കുന്നു, വസിക്കുന്നു. എങ്ങനെയുള്ള രാജശേഖരൻ? ജഗദധികഃ, ഈ ജഗത്തിനെ അതിക്രമിച്ച് നിൽക്കുന്ന, ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിട്ടും അതിനെ അതിക്രമിച്ച് നിൽക്കുന്ന അങ്ങനെ രാജശേഖരൻ എന്നിൽ വസിക്കുകയാണ് പ്രസന്നമൂർത്തിയായിട്ട്.
എങ്ങനെയുള്ളവനാണ്? അഗണിത ഫലദായക. വീണ്ടും പറയുന്നു, രഹസി അരഹസിച്ച സ്വതന്ത്രബുദ്ധ്യാ വരിവസിതും സുലഭ. എന്താണ് ഈ പദങ്ങളുടെ എല്ലാം അർത്ഥം? നമുക്ക് ക്രമമായി അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് മാളൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് മാളൂട്ട് ദേശത്തെ തലയ്ക്കൽ, പേരൂർ കോണത്ത്, കരക്കാട്ട് പുത്തൻവീട് എന്നീ കുടുംബാംഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു ദേവി. അക്കാലത്ത് പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന മാളൂട്ട് ദേശക്കാർക്ക് വിത്ത് വിതയ്ക്കുമ്പോഴും വിളവെടുക്കുമ്പോഴുമൊക്കെ തുണയാകുന്നത് മാളൂട്ട് ഭഗവതി തന്നെയായിരുന്നു. കരക്കാരുടെ ആശ്രയവും അനുഗ്രഹവും ആനന്ദവുമായിരുന്ന ദേവിയുടെ ചൈതന്യം മാളൂട്ട് ദേശത്തെ ഓരോ മൺതരിയുടെയും മനുഷ്യന്റെയും മാത്രമല്ല, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാകണമെന്ന കരക്കാരുടെ സ്വപ്ന സാഫല്യമെന്നോണം ഏകദേശം 50-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് തലയ്ക്കൽ, പേരൂർ കോണത്ത്, കരക്കാട് കുടുംബാംഗങ്ങൾ പുണ്യകർമ്മം പോലെ മാളൂട്ട് ദേശക്കാർക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുകയായിരുന്നു. അന്നു മുതൽ അത്ഭുതകരമായ പല അനുഭവങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരദാനമായി ഈ പ്രപഞ്ചമാകെ മാളൂട്ട് ഭഗവതി നിറഞ്ഞു നിൽക്കുകയാണ്. മാളൂട്ട് ദേശത്തിലെ ഓരോ ഭക്തന്റെയും മനസ്സിലെ ആനന്ദോത്സവവും അന്നും ഇന്നും കെടാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ ഭക്തരോടുമുള്ള മാളൂട്ട് ദേവിയുടെ കരുതലും അനുഗ്രഹവും കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം കഴിഞ്ഞാൽ പഞ്ചലോക വിഗ്രഹമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മാളൂട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. പഞ്ചലോക വിഗ്രഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവീ ചൈതന്യം ശാന്തസ്വരൂപിണിയായി നിലകൊള്ളുന്നുവെന്നതാണ് വിശ്വാസം. കാലഘട്ടത്തിന്റെ ജീർണതകളെ അതിജീവിക്കാനായി ക്ഷേത്രം പലപ്പോഴും പുതുക്കി പണിഞ്ഞിരുന്നു. എന്നിരുന്നാലും കരക്കാരുടെ സ്വപ്നം പോലെ ഈ അടുത്ത കാലത്ത് പാരമ്പര്യമായ നിർമ്മാണ രീതിയിൽ തന്നെ കൃഷ്ണശിലകളാലും തടികൾ കൊണ്ടും വാഴപ്പറമ്പിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ഓരോ അംശങ്ങളിലേക്കും നോക്കുന്ന ഭക്തരുടെ മനസ്സിൽ നിറയുന്നത് തലമുറകളായി തങ്ങളെ കാത്തുകൊള്ളുകയും
ആത്മാവിൽ കെടാവിളക്കായി നിന്ന് ജീവിത നന്മകളുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദേവീ ചൈതന്യം തന്നെയാണ്. മഹാദേവൻ, ഗണപതി, ധർമ്മശാസ്താവ് എന്നീ ദൈവങ്ങളെ ഉപദൈവങ്ങളായി പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തുന്ന മാളോട്ട് ക്ഷേത്രത്തിലെ ആയില്യം പൂജ വളരെ പ്രസിദ്ധമാണ്. സർപ്പദോഷങ്ങൾ തീർക്കുവാനും നാഗദൈവങ്ങളുടെ അനുഗ്രഹവും കാരുണ്യവും തലമുറകളോളം നിറഞ്ഞു നിൽക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ധാരാളം ഭക്തജനങ്ങൾ ഇവിടുത്തെ ആയില്യം പൂജയിൽ പങ്കെടുക്കുന്നു. മനമുരുകി അമ്മയെ വിളിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും കാര്യസിദ്ധി ഉണ്ടാവുന്നു എന്നതാണ് നിരന്തരം ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ വിശ്വാസിക്കും പറയുവാനുള്ളത്. നിരന്തരമായ ക്ഷേത്ര ദർശനങ്ങളും ഉള്ളുരുകിയ പ്രാർത്ഥനകളും കൊണ്ട് ദൈവ ചൈതന്യത്തെ അടുത്തറിയുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഒന്നുമല്ല പ്രധാനം, ആത്മജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള ഒരേ ഒരു വഴിയെന്ന് തിരിച്ചറിയുന്ന ഭക്തർ പിന്നീട് ഇരവും പകലും പരമചൈതന്യത്തെ അറിഞ്ഞ് ആനന്ദിക്കുവാനുള്ള യാത്ര തുടങ്ങുകയായി. മാളോട്ട് ദേവിയുടെ അനുഗ്രഹത്താൽ തലമുറകളായി ഒരു ആത്മീയ സംസ്കാരം നിലനിർത്താൻ പൂർവികർ ശ്രമിക്കുന്നത് കൊണ്ടാവാം ഈ ദേശത്തെ ഓരോ ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ സമയനിഷ്ഠകളോടെ മിക്കപ്പോഴും ക്ഷേത്ര അന്തരീക്ഷം നാമജപങ്ങളാലും മന്ത്രങ്ങളാലും ഗാനാഞ്ജലികളാലും ഭക്തിസാന്ദ്രമാകുന്നത്. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരമ്പേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുന്നു വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയ തൃക്കാർത്തിക നാളിൽ മധുരാപുരിയിലെ ഭക്തനാം പൂജാരി അണയുമ്പോൾ തൃക്കാർത്തിക നാളിൽ മധുരാപുരി എൻ്റെ അമ്മ ലക്ഷ്മിബായി അവറുകളാണ് ഈ ക്ഷേത്രം ഈ നാട്ടുകാർക്ക് വേണ്ടി ഏതൊരു വിധമായ ലാഭേച്ഛയും കൂടാതെ വിട്ടു നൽകിയത്. ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ അവർ മാത്രം പൂജ നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്രം അത് നാട്ടുകാർക്ക് വിട്ടു നൽകിയതിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇന്നൊരു മഹാക്ഷേത്രമായി മാറിയത്.
എല്ലാ വർഷവും മേടമാസത്തിൽ നടത്തിവരാറുള്ള മാളൂട്ട് ഭഗവതിയുടെ വാർഷികോത്സവം വളരെ പ്രസിദ്ധമാണ്. ഭദ്രകാളിപ്പാട്ടിന്റെ ഈണവും വിൽപ്പാട്ടിന്റെ നാദവും ചേർന്നതാണ് ദേവിയുടെ തിരു ഉത്സവ ദിനങ്ങൾ. ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുമുടി ഉത്സവമേളങ്ങളോടെ ഓരോ ഭവനങ്ങളിലും കയറിയിറങ്ങുമ്പോൾ ഭക്തർ പച്ചോല കെട്ടിയ ചെറു പന്തലുകളിൽ പറ നിറച്ച് ദേവിക്ക് മുന്നിൽ കാഴ്ചാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. 10ാം ഉത്സവം പൊങ്കാലയോടെ സമാപിക്കുമ്പോൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാടിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമായ മാളൂട്ട് ദേവിയുടെ ഉത്സവ കൊടിയിറങ്ങുമ്പോൾ മാളൂട്ട് ദേശക്കാരുടെ മനസ്സ് നിറയെ തങ്ങൾക്ക് ദേവി നൽകാൻ പോകുന്ന സമൃദ്ധിയുടെ കൊടിയേറ്റം തുടങ്ങുകയാണ്. ഭദ്രകാളിപ്പാട്ടിന്റെ ഈണങ്ങളുടെയും വില്ലുപാട്ടിന്റെ നാദങ്ങളുടെയും പൈതൃകം പേറുന്ന ഓർമ്മകളിൽ ദേവിയുടെ തിരുകഥകൾ പാടിപ്പാടി പഴമക്കാർ പറഞ്ഞു വച്ച മാളൂട്ട് ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും വിടാതെ പിന്തുടരുന്ന മാളൂട്ട് ഗ്രാമവാസികൾ ക്ഷേത്ര സംസ്കാരം സൂക്ഷിക്കുന്ന ഓരോ ഗ്രാമത്തിനും മാതൃക തന്നെയാണ്. തങ്ങളുടെ ആത്മസമർപ്പണങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ജീവിതവും സർവ്വതും ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഇവർ.